ഗൈസ്, നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിന് മുന്നേ ഒരു ട്രാൻസിഷൻ ആയാലോ? ബൂം. എങ്ങനെ ഉണ്ട് മാലൊക്കെ ഉണ്ട്. ഡിങ്കിടിങ്ങും. അപ്പം നമ്മൾ പറഞ്ഞു തന്നിട്ട് എന്തേലും എൻ്റെ കിണങ്ങനുണ്ട് ഷാളെന്നാലേ ഇതിങ്ങനെ ഇടണോ? ഈ മുടി ഒന്ന് കാണിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് നോക്കിയാലോ? ഇങ്ങനെയാണ് രസം, അല്ലെങ്കിൽ കുറച്ച് ഈ മനിയവ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കൊരു ട്വിസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചു. നമുക്ക് കുടിയിരിക്കൽ ശരിക്കും വീട്ടിൽ വെച്ചിട്ടാണ് നടത്തുക. പക്ഷേ മഴ കാരണം നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. കാരണം മഴയല്ലേ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. മഴ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല വെയിലാണ്. ഇവിടെ യെല്ലോ അലർട്ട് വെയിലിനാണ് ശരിക്കും ഉള്ളത്. എന്തായാലും അങ്ങനെ എല്ലാവരും മാറ്റി ഒരുങ്ങി കുടിയിരിക്കലിന് പോകാനുള്ള റെഡിയായി. അതിൻ്റെ ഇടയിൽ ഇമ്മയും ഞാനും ഒക്കെ ഒരേ കളറായതുകൊണ്ട് ഇപ്പൊക്കും സെയിം ആക്കണം. നമ്മൾ 3 പെണ്ണുങ്ങളും ഒരേ സെയിം കളറായതുകൊണ്ട് ഇപ്പം മാറ്റാൻ പോയി. അങ്ങനെ മാറ്റി വന്നപ്പം ഏതാണ് ചെക്കന്മാർ പോലെ ഉണ്ട് പറയുമ്പോൾ എൻ്റെ ഉപ്പാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പ്രായം കണ്ട തോന്നൂല, ചർമ്മം കണ്ട തോന്നൂല. എൻ്റെ ഉപ്പല്ലേ. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് കുറച്ചൊന്നും വണ്ടിമ അങ്ങോട്ട് പോകാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ 3 കൂടി അങ്ങനെ വണ്ടിമ പോവാണ്. പക്ഷെ നല്ല വെയിലുണ്ടായതുകൊണ്ട് ഒന്നും കാണുന്നില്ല. ഒടുക്കത്തെ വെയിലും മഴ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് വെയിലുള്ളത്. എന്ത് ചെയ്യാനാണ്? കുറച്ചു നേരം എല്ലാവരും വരുന്നവരെ കാത്ത് എല്ലാവരും എത്തിയപ്പോൾ എല്ലാവരും കൂടി പോയി ഫുഡൊക്കെ കഴിച്ചിരും. പക്ഷെ അത് കോൺസെൻട്രേഷൻ കിട്ടാത്തതുകൊണ്ട് ഫോണൊന്നും യൂസ് ചെയ്തില്ല. പിന്നെ എല്ലാവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. നേരെ പിന്നെ പുരയിലേക്കുള്ളതായി ടൈം. പിന്നെ എല്ലാവരും പോയി, നമ്മളും പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. പീസ് ഔട്ട്.